ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര ഒരു വാഷിംഗ് മെഷീൻ മേടിക്കാനാണ്. നമ്മളെ വീട്ടിലുണ്ടോ ഓൾറെഡി, പക്ഷെ അത് നമ്മൾ പുറത്താണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം മഴയൊക്കെ കൊണ്ടും പിന്നെ കുറച്ചധികം ആയി. അപ്പം അതിൻ്റെ നമ്മൾ ഉണക്കണതൊക്കെ കംപ്ലൈൻറ്റ് അയച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മെഷീൻ എന്തായാലും അത്യാവശ്യമാണ്. അപ്പം അതുകൊണ്ട് അത് മേടിക്കാൻ പോയതാണ്. തിപ്രാലുള്ള വേണൂസിക്കാണ് നമ്മൾ പോയത്. അവിടെ വിളിച്ചൊക്കെ ചോദിച്ചിട്ട് പോയി. അപ്പൊ കുഞ്ഞുമ്മാനൊക്കെ കൊണ്ടാണ് പോയത്. നമ്മൾ എവിടെ പോകുമ്പോഴും കുഞ്ഞുമ്മാനെ കൊണ്ടുപോകും. അത് അങ്ങനെയാണ്. ഇപ്പൊ കുഞ്ഞുമ്മ എവിടെ പോകണമെങ്കിൽ ഉമ്മാനെയും കൊണ്ടും. അങ്ങനെ അവിടെ ചെന്നിട്ട് കുറച്ച് പോസ്റ്റ് ആയപ്പോ ഫുൾ ഞങ്ങള് എല്ലാ സെക്ഷനിലും കയറിയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി. പെണ്ണുങ്ങളായി പിന്നെ അങ്ങനെയാണല്ലോ, നമുക്ക് എവിടെ പോയാലും ഇങ്ങനെ മേടിക്കാൻ തോന്നും. പ്രത്യേകിച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാനും ചിലപ്പോൾ മേടിക്കണമൊന്നും ഉണ്ടാവില്ല, എന്നാലും അവിടെ കയറുന്ന മേടിക്കല് അത് നിർബന്ധമാണ്. അപ്പൊ ഉമ്മയും കുഞ്ഞുമൊക്കെ ഇങ്ങനെ ഓരോന്നും കണ്ടിട്ട് ഇത് കൊള്ളാല്ലേ, ഇത് നമ്മള് ഫോണിൽ കണ്ടിട്ടില്ല, അങ്ങനെ ഫുൾ അങ്ങനത്തെ ടോക്കാണ്. അപ്പൊ അവരങ്ങനെ ചെയ്യുമ്പോൾ നമ്മളായിട്ട് കുറയ്ക്കാൻ പാടില്ല. അപ്പൊ ഞങ്ങളെ ഭാഗ്യം ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ വരികലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ചില്ല് പാത്രത്തിനെക്കാട്ടും ഇഷ്ടം സ്റ്റീൽ സാധനങ്ങളോടാണ്. അതെന്താന്ന് എനിക്കറിയില്ല. എന്റെ അടുത്ത് എല്ലാവരും വേണ്ടി തള്ളവായി പോയിരുന്നു. പക്ഷെ എനിക്കെന്തോ സ്റ്റീൽ പാത്രത്തില് ഫുഡ് കഴിക്കണതും സ്റ്റീൽ ഗ്ലാസ്സിൽ ചായ കുടിക്കണതൊക്കെയാണ് ഇഷ്ടം. അതിനൊരു പ്രത്യേക സുഖമാണ്. പിന്നെ ആദ്യം ചെറുതായിട്ട് വീണിട്ട് ഇവിടെ കരഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടാ. വേണ്ടവർ സനേനയുമായി ബന്ധപ്പെടുക. ഈ പാത്രം കാണാൻ നല്ല രസമില്ലേ? അതിന് ആ കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മെഷീനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാൽ തിരിച്ചു പോന്നു. മെഷീൻ എന്തായാലും ഇതിൽ കാണിച്ചിട്ടില്ല. അത് ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു വ്ളോഗ് ആയിട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും. അങ്ങനെ തിരിച്ചു പോരുമ്പോൾ കുഞ്ഞുമാനും പാത്തുനൊക്കെ വീട്ടിലാക്കി. പിന്നെ അവിടെ അനിയത്തി സ്കൂളിൽ വിട്ട് വന്നിരിക്കണ്ടായിരുന്നു. അപ്പൊ അവളെ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ചു പോന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മളെ സെന്ററിൽ ഇറങ്ങി. കാരണം ചായക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണമായിരുന്നു. അപ്പൊ തൊട്ടടുത്തുള്ള സീലാൻഡ് തന്നെ ഹോട്ടലുണ്ട്. അവിടെ പോയി. അവിടുത്തെ പരിപ്പുവട നല്ല ടേസ്റ്റ് ആണ്. ഇവിടെ കൂടുതലും പരിപ്പുവട ഫാൻസ് ആണ്. അപ്പൊ പരിപ്പാടിയും മേടിച്ചു. അതുപോലെ തന്നെ പരിപ്പാട് വിരോധികൾക്ക് പഴംപൊരിയും മേടിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക്. നല്ല ചൂട് പാൽച്ചായ, എന്ത് സ്വാദ്. ചൂട് പാൽച്ചായ തെളി.